ഫിഫ ലോകകപ്പിൽ ആഫ്രിക്കൻ വൻകരയുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ക്വാർട്ടർ പോരാട്ടത്തിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിലേക്ക് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയുടെ വിജയം. ലോകകപ്പിൽ വീണ്ടും ഫ്രഞ്ച് പടയ്ക്ക് മുന്നിൽ വീണ് മൊറോക്കോ. ആവേശം നിറഞ്ഞ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് വിശ്വകിരീടത്തിന്റെ പോരാട്ടത്തിലേക്ക് ഒരു പടി കൂടി അടുത്തു. ഇതോടെ ടൂർണമെന്റിലെ അവസാന ആഫ്രിക്കൻ പ്രതീക്ഷയും അസ്തമിച്ചു. ഫ്രാൻസിന്റെ പരിചയസമ്പത്തും മൊറോക്കോയുടെ പോരാട്ടവീര്യവും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിനായിരുന്നു മത്സരം സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഗോൾ മാത്രം അകന്നുനിന്നു. 27-ാം മിനിറ്റിൽ ഫ്രാൻസിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി കിക്ക് മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോ തട്ടിയകറ്റിയതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. കിലിയൻ എംബാപ്പയുടെ പെനാൽറ്റി മികച്ച ഡൈവിംഗിലൂടെയാണ് ബോണോ രക്ഷപ്പെടുത്തിയത്. എന്നാൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ആക്രമണം കൂടുതൽ ശക്തമാക്കി. 59-ാം മിനിറ്റിൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിന് പ്രായശ്ചിത്തമെന്നോണം എംബാപ്പെ ഫ്രാൻസിനായി ആദ്യ ഗോൾ നേടി. ഈ ഗോളോടെ ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരിൽ 8 ഗോളുമായി എംബാപ്പെ മെസ്സിയോടൊപ്പം എത്തി. ആദ്യ ഗോളിന്റെ ആവേശം മടങ്ങും മുമ്പ് 65-ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബേലയിലൂടെ ഫ്രാൻസ് തങ്ങളുടെ ലീഡ് 2-ആക്കി ഉയർത്തി. ഗോൾ മടക്കാൻ മൊറോക്കോ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് പ്രതിരോധം മറികടക്കാൻ അവർക്കായില്ല. ഈ വിജയത്തോടെ 2026 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ടീമായി ഫ്രാൻസ് മാറി. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.